CUET എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങൾക്ക് എന്തായാലും കുറേ സംശയങ്ങളുണ്ടാവും. ഞാനിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് സെം ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തും എങ്ങനെ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ എങ്ങനെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം, എങ്ങനെയാണ് ഫീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം. റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റികളൊക്കെ സോർട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് വെക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണോ വേണ്ടത്, അവിടുത്തെ ഫീസ് അങ്ങനെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ കിട്ടും. എന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ മാർക്കിനനുസരിച്ചും ഇങ്ങനെ ടയർ 1, ടയർ 2, ടയർ 3 എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി ആയിട്ട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് ഓരോന്ന് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ആദ്യം സോർട്ട് ചെയ്ത് വെക്കുക. ഓരോ യൂണിവേഴ്സിറ്റീസും അവർ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് പുറത്തുവിടും. അതിന് നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ നിങ്ങൾ ഈ സോർട്ട് ചെയ്ത് വെച്ച യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അവരുടെ ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അവരുടെ അപ്ലിക്കേഷൻ ടൈം അവർ പറയുമ്പോൾ ആ കൃത്യസമയത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റേതായ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത്രയും നിർബന്ധമുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രം അപ്ലൈ ചെയ്യാന്നുള്ളത്. മെയിനായിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 1000 രൂപയാണ്. പിന്നെ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൽ 500 രൂപയായിരുന്നു. ഈ വർഷവും 500 രൂപയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോന്നും സോർട്ട് ചെയ്യുക. എന്നിട്ട് അത്രയും നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രം അപ്ലൈ ചെയ്യുക. വെറുതെ കുറേ പൈസ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ കുറേ അപ്ലൈ ചെയ്തിടുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണോ അത്രയും നിങ്ങൾക്ക് ആവശ്യം, എവിടെ നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന വരെ ആ ഒരു എക്സാമിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് മെയിൻ നമുക്ക് യൂണിവേഴ്സിറ്റി കിട്ടുന്നതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം. എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് പല ഇൻഫോർമേഷൻസും മിസ്സാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത്ര മാർക്കിന്, അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു 100 മാർക്കാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഇത്ര മാർക്കിന് ഈ യൂണിവേഴ്സിറ്റി കിട്ടുമോ ആ യൂണിവേഴ്സിറ്റി കിട്ടുമോ എന്നുള്ള നല്ല ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ള ആൾക്കാർ, അതായത് കഴിഞ്ഞ വർഷം ഏറ്റവും ലാസ്റ്റ് ആരാണോ അഡ്മിഷൻ എടുത്ത അവരുടെ മാർക്ക് എത്രയെന്ന് നോക്കുക. എല്ലാ വർഷവും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവലുണ്ട്. പിന്നെ വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, നല്ല യൂണിവേഴ്സിറ്റിയിൽ തന്നെ പോകണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നല്ല മാർക്ക് അത്യാവശ്യം വേണം, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, എനിക്ക് ആ ഒരു സാധനം ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റിയ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്യാമ്പസ് ലൈഫ് തീരെയില്ല. ഇവിടെ ക്യാമ്പസ് ലൈഫ് തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കുന്ന കുട്ടികളൊന്നും ഇവിടേക്ക് അങ്ങനെ അട്രാക്റ്റ് ചെയ്യില്ല. പിന്നെ നല്ല കോഴ്സുകളുണ്ട്, MBA ഒക്കെ നല്ല അടിപൊളി കോഴ്സാണ്. പക്ഷെ ഈ ക്യാമ്പസ് ലൈഫ് ഇല്ല. പിന്നെ നമുക്ക് നല്ലൊരു ക്യാമ്പസ് സ്ട്രക്ചർ അല്ല. പിന്നെ നമ്മുടെ ക്യാമ്പസുകളൊക്കെ സ്പ്ലിറ്റാണ്. കുറച്ച് ധർമ്മശാല ഞാൻ നിൽക്കണോടത്ത്, കുറച്ചുള്ളത് ദഹ്റയിൽ, പിന്നെ ബാക്കി ഷാപ്പൂർ, ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിന് മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവർ പുതിയ ഒരു ക്യാമ്പസ് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുക. മേ ബി നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് എല്ലാം ഒരുമിച്ചിട്ടുള്ള ക്യാമ്പസാണ്, അത് ദഹ്റയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് എളുപ്പമാണ്. MBAയിൽ വരുമ്പോഴാണ് കുറച്ചുകൂടി ഒരു റിസ്ക് ആയിട്ടുള്ള. എന്നാലും ഇവിടെ ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം 30 മാർക്കുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ ഒന്നും വിടണ്ട. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്ഷമയോടെ കാത്തിരിക്കുക. അപ്ഡേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അങ്ങനെ അപ് ടു ഡേറ്റ് ആയി നിന്നാൽ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും എന്നുള്ള ഉറപ്പാണ്. പിന്നെ സ്പോട്ട് അഡ്മിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഹിമാചൽ യൂണിവേഴ്സിറ്റി, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് എന്താണ് ചൂസ് ചെയ്യാൻ കാരണം എന്നുള്ളത് തന്നെ, ഞാൻ ഇപ്പോൾ ഇവിടെ ന്യൂ മീഡിയ ആണ് പഠിക്കുന്നത്. എൻ്റെ കോഴ്സും കാര്യങ്ങളും അത്ര അടിപൊളിയല്ല. നമ്മുടെ കേരളത്തിൽ ഞാൻ മൾട്ടിമീഡിയ പഠിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഫെസിലിറ്റീസിൻ്റെ പകുതി പോലും ഇവിടെ ഇല്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ കുറച്ച് മലയാളീസ് കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി വേണമെന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ന്യൂ മീഡിയ എടുക്കാൻ കാരണം തന്നെ എനിക്ക് ഓൾറെഡി ഞാൻ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അങ്ങനത്തെ ഒരു ഫീൽഡിലാണ് ഇപ്പം നിൽക്കുന്നത്. സോ അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറേ നല്ല ഫ്രെയിമുകൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇപ്പം ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ കാരണം. പക്ഷേ ഇതിലേറെ നമുക്ക് ലാബ് ഫെസിലിറ്റിയും കാര്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് അവൈലബിലിറ്റി ഉള്ള കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവിടെ വെച്ച് നോക്കുമ്പം അത് എത്രയോ മോൾക്കാണ്. ഇവിടെ ഒന്നുമില്ല. അത് വേറെ കാര്യം. ഇവിടെ ലാബൊക്കെ ഭയങ്കര മോശമാണ് ന്യൂ മീഡിയൻ്റെ കാര്യത്തിൽ. പക്ഷേ മാസ് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോഴ്സാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് നിങ്ങൾ MBA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബെസ്റ്റ് ഓപ്ഷനാണ്. ഫീസും കുറവാണ്. പക്ഷേ വേറെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. കൂടുതലൊന്നും ഞാൻ പറയില്ല, കാരണം എനിക്കത്ര ബെറ്റർ എഡ്യൂക്കേഷനായിട്ട് തോന്നുന്നില്ല. പക്ഷെ രാജസ്ഥാനൊക്കെ ആണ് മീഡിയ ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അത്യാവശ്യം ലാബ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതിൽ കേട്ടിട്ടുള്ളത്. സോ അത് നിങ്ങൾക്ക് കൂടുതൽ ലാബ് ഫെസിലിറ്റി അങ്ങനത്തെ എന്താ പ്രാക്ടിക്കൽ വർക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത മാതിരി ചൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ അതിനനുസരിച്ച് ഒരു പുതിയ വീഡിയോയും കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്ഷമ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ.